Star Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges. Yes. 1, 2, 3. Jumper. Okay, so let's welcome Achal. മോനെ ഏത് നമ്പറാടാ ഏത് വന്നു നോക്കാം. 1, 2, 3. അച്ഛൻ ആയിരിക്കും. ഏത് നമ്പറാ? 2. എനിക്ക് തോന്നി 2 ആണ് അച്ഛൻ ചൂസ് ചെയ്ത നമ്പർ. ഇനി അതിലേത് പാട്ടാണ് എന്ന് നോക്കാം. ഈശ്വര വലുതായിട്ട് പഠിച്ച പാട്ട് വരണേ. ഓളങ്ങൾ. വണ്ടർഫുൾ രാജാ സാർ. അതെ. Okay, all the best. വേഴാമ്പൽ കേഴും വേനൽ കുടീരം വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ലലലാ ലലലാ ഈ വഴി ഹേമന്തമെത്ര വന്നു ഈറനൊടുത്തു കൈകൂപ്പി നിന്നു എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു മായിക മോഹമായി മാറിവിൽ മാലയായി മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ജീവനിൽ കണ്ണുനീർ വാറ്റിവയ്ക്കും ഈ വേറും ഓർമ്മകൾ കാത്തുവയ്ക്കും ജീവിതം തുള്ളിത്തുടിച്ചു നിൽക്കും പൂവിതൾ തുമ്പിലെ തുള്ളി പോലെ വാരിളം പൂവുകൾ വാടി വീണാലുമീ വാടികളിൽ വണ്ടുകളായി ഓർമ്മകൾ പാറുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും
വേനൽ കുടീരം നീ ലാ 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 ലാ. അരെ വാ വാ ആ. വാ, വാ. നൈസ് 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 നൈസ്. അജൽ ഹലോ, രണ്ടാം നമ്പർ രക്ഷിച്ചോ നിന്നെ? അറിയില്ല, പാടിയിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം ചോദിക്കാം. നമുക്ക്. ശരത് സാർ. അജലേ, സാർ. നന്നായിട്ട് പാടി അജലേ, താങ്ക് യു സാർ. നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് ആ ഏകാകിനി ഒന്ന് കൃത്യമാക്കാമോ? ഏകാകിനി നിന്നോർമകൾ ആ, ഏതോ നീ നിന്നോർമകൾ. ആ ഗ്ലൈഡ് ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി നീ. താങ്ക് യു സാർ. മായിക, അതും പറയുന്ന വാക്ക് പറയുന്നതിന് എന്തോ ഒരു കുഴപ്പമുണ്ടോ? എനിക്ക് ആ മേളിലാണ് ഒരു കിട്ടുന്നില്ലായിരുന്നു സാർ. എനിക്ക് മേളമായോ? അല്ല, ഈ നേസൽ വരുന്നോണ്ട് പറയാനൊരു അത് അധികം മുകളിലും അല്ലമ്മ അവിടെ അല്ലേ ഉള്ളത്. അത് കുഴപ്പമില്ല സാർ. അതിന്റെ കാര്യമാടാ പറഞ്ഞത് ഞാൻ. നീ എവിടുത്തെ മായുന്നു മായുടെ കാര്യ ആണെന്ന് പറഞ്ഞത്? വിചാരിച്ചു. മായുന്നുവാണെന്ന് വിചാരിച്ചു. മായൊന്നു അതല്ല ഈ മായിക. മായിക മോഹനമായി. അപ്പൊ ഈ മായിക എന്ന് പറയുന്നതിൽ എന്തോ ഒരു കുഴപ്പം. മായിക മായികയാണോ? മായിക അത് സമാധാനമായിട്ട് പാട്. മായിക മോഹമായി. അതൊക്കെ അതേ ഉള്ളു. എനിക്കത് മായിക എന്ന് വേറെ ഒരു രീതിയിലുള്ള ഒരു പ്രൊനൗൺസിയേഷൻ കേട്ടു, അതുകൊണ്ട് പറഞ്ഞത്. ബാക്കിയൊക്കെ നീ മനോഹരമായിട്ട് പാടി, താങ്ക് യു സാർ. നന്നായിട്ട് തന്നെ പാടി. അതിൻ്റെ ഒരു ആത്മാവ് അറിഞ്ഞ് പാടിയാ ചില താങ്ക് യു സാർ. സത്യമാണ് കാര്യം. ഇതിൻ്റെയൊക്കെ എന്താ പറയണ്ടേ, സാറ് ചെയ്യുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് കിട്ടിയാണ് ദാസേട്ടൻ പാടിയിട്ടുള്ളത്. അപ്പം അത് നീ അത് ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ട്. പിന്നെ ഈ അക്ഷരങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ഇൻ ഫ്യൂച്ചർ. ശ്രദ്ധിക്കാം. പിന്നെ നിന്റെ കൂടെ പാടിയ AR റഹ്മാന്റെ കുയിലും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ സ്നേഹ നന്നായിരുന്നു. അതിൽ നീ നന്നായിട്ട് പാടിയത്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ഷാനിക്ക. ഓർക്കസ്ട്രക്ക് ഒരു വലിയൊരു കൈയടി. അപ്പോൾ അജലേ, സാർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഏകാംഗിനിയുടെ സമയത്ത് അത് അവിടെ ചെറിയൊരു നേസൽ ടോൺ, അത് ആക്സിഡന്റിന്റെ ഇതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ പ്രശ്നങ്ങൾ മാറുന്നതോടുകൂടി ഈ പ്രശ്നം കൂടെ മാറട്ടെ. ഓക്കെ സാർ. ഓക്കെ. പിന്നെ ഇതന്നെ മായിക മോഹമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകാഗിനി റിപ്പീറ്റ്. അപ്പൊ നമ്മളെല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ സംഭവങ്ങളാണ്. പിന്നെ 3 പെർസ്പെക്റ്റീവ് തരുന്നു എന്നുള്ളത് മാത്രം. അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഒരു 3 പെർസ്പെക്റ്റീവ് അജലിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ സാർ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് മാറട്ടെ. നന്നായിട്ട് തന്നെ പാടി അജലെ, നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ഭാഗങ്ങൾ. പിന്നെ ഒന്നാമത് ഈ കോമ്പോസിഷന്റെ ഒരു ഭയങ്കര ബ്യൂട്ടി. രാജാസന്റെ എല്ലാ പാട്ടുകളും പോലെ തന്നെ ഭയങ്കര എവർഗ്രീൻ ആയിട്ടുള്ള പാട്ട്. ഇപ്പൊ കേൾക്കുമ്പോഴും എൻ്റെ ഇന്ന് ചില നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്താണ് അദ്ദേഹം കൊണ്ടുപോയിട്ട് എൻ്റെ ഒക്കെ ചെയ്യുന്നത്. ഗംഭീരം, നല്ല സോങ് സെലക്ഷൻ ഉണ്ട്. താങ്ക് യു സാർ. അതെന്തോ ആ ഭാഗ്യത്തിന് കിട്ടി. നമ്പർ 2 നിന്നെ രക്ഷിച്ചു എന്ന് പറയാം കേട്ടോ. നമുക്ക് ആര് പറഞ്ഞ 2 സെലക്ട് ചെയ്യാൻ? മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി നമ്പർ 2 സജസ്റ്റ് ചെയ്ത ചേച്ചി. അജല്, ഹലോ. ആ 2 നമ്പറിൽ വന്ന പാട്ട് സെലക്ഷൻ ഉഗ്രൻ. ആ സ്റ്റാർട്ടിങ് തന്നെ ആ റിതം സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ എന്താണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മാജിക് ആണ്. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് വെച്ചാൽ അവിടെ രാജസ്ഥാനിലെ സ്റ്റുഡിയോയിലൊക്കെ ഈ ചായ കാപ്പിയൊക്കെ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട് നമുക്ക്. സാറിൻ്റെ സ്റ്റുഡിയോൻ്റെ ഈ പ്രസാദ് സ്റ്റുഡിയോയിൽ ഓരോ മൂലയിലും ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സാറ് അകത്ത് കമ്പോസ് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ വരുമല്ലോ, എല്ലാം മ്യൂസിക് ഒരുമിച്ച് പ്ലേ ചെയ്യുമല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. ഒരു ചായ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ അവർക്ക്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത് റെഡിയാവുമല്ലോ. അപ്പോൾ ഉള്ളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഹെഡ്ഫോണിൽ കേൾക്കാം. അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ട് കേൾക്കും. നമ്മൾ പാടി കഴിയുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത് ഇത് ഹെഡ്ഫോൺ എടുത്തിടും. കേൾക്കുമ്പോൾ അവർക്കും ഒരു അഭിപ്രായം പറയും. ശരിക്കും അത് നമുക്കൊരു മാജിക്കാണ് സാറിൻ്റെ ആ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ. അത് കഴിയുമ്പോൾ ശരിക്കും ഈ വോയിസ് ബൂത്ത് എന്നൊക്കെ പറയുന്നില്ലേ, ഓരോ സ്ഥലത്ത് ഓരോ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നമുക്കൊക്കെ ഇരുന്ന് കേൾക്കാം. അത്രയും ശരിക്കും മാജിക്കാണ് ഈ പാട്ടൊക്കെ. എന്താണ് ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ, ബ്യൂട്ടിഫുൾ. സെലക്ഷൻ ഉഗ്രൻ, നന്നായിട്ട് പാടി. എനിക്ക് സോ ഹാപ്പി. കാരണം ഈ ഒരു പ്രോബ്ലം അജലിന് വന്ന് അതിനുശേഷം എന്നാലും ഇതൊക്കെ മോൻ പാടിയല്ലോ ഇത്രയൊക്കെ. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഈ പറയുന്ന മാതിരി എളുപ്പമല്ല ഹൈ ഒക്കെ പാടാൻ. സ്പെഷ്യലി ഇവിടെ പ്രോബ്ലമായി സർജറി ഒക്കെ വേണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ ഇത്രയും പാടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 2 റൗണ്ട്സ് നന്നായിട്ട് പാടി. 2 റൗണ്ട് നന്നായി പാടി, നല്ല മിടുക്കനായിട്ട് പാടി. താങ്ക് യു മാം. അപ്പൊ പിന്നെ മാർക്സ് ചോദിക്കാം. ശരത് സാർ,
ഇപ്പൊ ലീഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്ത് ന്യായമാണെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രില്യൻസിന് എന്ത് വേണേ ചെയ്തൂടെ, അതെ ചെയ്തൂടെ ആജലേ? Yes. ആ കാര്യം അത് നമുക്ക് ചില പാട്ടിൻ്റെയൊക്കെ ലീഡ്സ് നമ്മൾ ഭയങ്കര ഇപ്പൊ അല്ല, നീ അതൊന്ന് പാടാമോ? വേഴാമ്പൽ കേഴും. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, വേഴാമ്പൽ കേഴും അങ്ങനെ ചെയ്യാം. അതെ. അടുത്തത് 1 2 3 1 2 3. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, വേഴാമ്പൽ കേഴും വേനൽ ഇനി ഒരെണ്ണം കൂടെ, അത് ശ്രദ്ധിച്ച് കേക്ക്. 1 2 3 1 2 3. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, വേഴാമ്പൽ കേഴും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് എങ്ങനെ വേണേലും ആ വഴി വന്ന് കയറാം. അതെ. ഇത് കൊണ്ട് തരുന്ന പോലൊരു ഗും മറ്റേതില്ല. അത് അറിഞ്ഞുകൂടാൻ ചിട്ടല്ല. രാജാസാറാകുമ്പോ 1000 കോമ്പിനേഷൻ കൊണ്ടുവരും. അത് പറഞ്ഞാ പിന്നെ ലീഡിട്ട് കൊന്നു കളയും നമ്മളെ. അങ്ങനെ ഒരാളാണ് സാറ്. എത്ര പാട്ടുകള്. ഒരു നാള് മുന്നേ അറിയാ പാട്ടൊക്കെ? കേട്ടില്ല സാർ. ഒരു ഇടഞ്ഞു വരുമോ? എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം കേൾക്കാൻ. ഇനി എന്താ എന്റെ പാറുവിന് വേണ്ടത്? മാർക്ക് അജലേ സാർ 9.3. താങ്ക് യു സാർ. സൂപ്പർ, താങ്ക് യു സർ. ചേച്ചി 9.3. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക കുജലേ എന്തോ ഓക്കെ, സോ ടോട്ടൽ Thank you. 18.6. താങ്ക് യു.